മറുപടി ബാറ്റിംഗിൽ മികച്ച തുടക്കമാണ് ഡൽഹിക്ക് ലഭിച്ചത്. KL രാഹുൽ, ശ്രീലങ്കയുടെ പാത്തും നിസ്സംഗ സഖ്യം ആദ്യ വിക്കറ്റിൽ 71 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ പാത്തും നിസ്സംഗ വീണതിന് പിന്നാലെ നിതീഷ് റാണയും റിസ്വിയും കൂടി എളുപ്പത്തിൽ കൂടാരം കയറിയതോടെ സ്കോർ 101-3 കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഡൽഹിയെ വിജയത്തിലേക്ക് നയിച്ച റിസ്വി ഡക്കായാണ് മടങ്ങിയത് എന്നോർക്കണം. ഒരറ്റത്ത് രാഹുൽ പൊരുതി നോക്കുമ്പോഴും മറുവശത്ത് വീണ്ടും വിക്കറ്റുകൾ വീണു തുടങ്ങി. ഡേവിഡ് മില്ലർ റിട്ടയർ ഹേർട്ടായും മടങ്ങി. അക്സർ പട്ടേൽ, വിപ്രജ് നിഗം, ട്രിസ്റ്റൻ സ്റ്റബ്സ് എന്നിവരും വൈകാതെ വീണു. ഒടുവിൽ സഹതാരങ്ങളെല്ലാം വിക്കറ്റ് നൽകി മടങ്ങിയപ്പോൾ വീണ്ടും പോരാടാൻ മില്ലർ എത്തിയിടത്ത് നിന്നാണ് വീണ്ടും കളിക്ക് തീ പടരുന്നത്. 10 പന്തിൽ 13 റൺസുമായി 13-ാം ഓവറിൽ മടങ്ങിയ താരം തിരികെ എത്തി പിന്നീടുള്ള 10 പന്തിൽ നേടിയത് 28 റൺസ്. ആകെ 20 പന്തിൽ 41 റൺസ്. ഒടുവിൽ ലക്ഷ്യത്തിന് 1 റൺസ് അകലെ വീണപ്പോൾ ഗുജറാത്ത് രുചിച്ചത് ആദ്യ ജയവും ഡൽഹി നുണഞ്ഞത് ആദ്യ തോൽവിയും. 52 പന്തിൽ 4 സിക്സറും 11 ഫോറുകളും അടക്കം 92 റൺസ് നേടി രാഹുൽ ഡൽഹിയുടെ ടോപ്പ് സ്കോററായി. 4 ഓവറിൽ 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയ റാഷിദ് ഖാൻ ഗുജറാത്തിനായി മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ദുസ്വപ്ന സമാനമായ കഴിഞ്ഞ സീസണിന് ശേഷമുള്ള റാഷിദിന്റെ തിരിച്ചുവരവ് കൂടിയായി ഈ മത്സരം.